ഇപ്പോൾ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായുള്ള വാഹനം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം രഘുനാഥ് നാരായണൻ കൂടി ചേരുന്നുണ്ട്. രഘു, ഇതാ വാഹനം അവിടേക്ക് എത്തിച്ചേരാറായി. ഏതാനും മിനിറ്റുകൾക്കകം രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അന്വേഷണ സംഘത്തിന്റെ വാഹനം ക്ലബ് 7-ലേക്ക് എത്തും. അതെ, എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറയിലേക്ക് ഒരു 2 സെക്കൻഡിനകം ആ വാഹനത്തിന് ദൃശ്യങ്ങൾ വരുന്ന കാണുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള വാഹന വ്യൂഹം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് രാഹുലിൻ്റെ വഹിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ വാഹനം ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുലിനോടൊപ്പം ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങ് ദൂരെ ആ ബസ്സിനോടൊപ്പം വരുന്ന വലിയ വാനിലാണ് രാഹുൽ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി രാഹുലിനെ ഇവിടെ ക്ലബ് 7 ആ ക്രൈം നടന്നു എന്നുള്ള, ആ കുറ്റകൃത്യം നടന്നു എന്നുള്ള, ലൈംഗിക പീഡനം നടന്നു എന്നുള്ള ആ ഹോട്ടലിലേക്ക് രാഹുലിനെ എത്തിക്കുകയാണ്. ഈ ക്ലബ് 7, അതായത് തിരുവല്ല MC റോഡിൻ്റെ വശത്താണ് ഈ ക്ലബ് 7 ഇപ്പോൾ ഈ രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലിയ പോലീസ് സന്നാഹമുണ്ട്. DYSP അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP ഉണ്ട്. ലോക്കലി ഇവിടെ സാധാരണ നിലയിൽ തിരുവല്ലയിലെ DYSP-മാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാഹുലിനെ അല്പസമയത്തിനകം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രാഹുൽ ഈ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ഏതെങ്കിലും രീതിയിൽ രാഹുലിനെതിരെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ പ്രതിഷേധം ഉണ്ടാകാതിരുന്ന ആദ്യത്തെ ഇടം ഒരുപക്ഷെ ഈ ഹോട്ടലായിരിക്കാം. കാരണം നമ്മൾ കണ്ടതാണ്, രാഹുലിനെ എവിടേക്കോ കൊണ്ടുവരുന്നോ അവിടെയെല്ലാം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം DYFI അല്ലെങ്കിൽ LDF NDA പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഏതായാലും അങ്ങനെ ഈ പുലർച്ചെ ആയതുകൊണ്ടായാലും നേരം പകൽ വെളിച്ചം വീണിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാഹുലിനെ ഇത്ര നേരത്തെ ഇത്തരത്തിൽ ഇതിന് കൊണ്ടുവരുമോ എന്ന് അറിയുന്നതിലായിരിക്കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകാതിരുന്നത്. വലിയ രീതിയിൽ രാഹുൽ പലതവണ നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലായിടത്തും എത്തുമ്പോൾ ചോദിക്കാറുണ്ട്, രാഹുൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാനുണ്ട്. ഒന്നും രാഹുൽ സംസാരിക്കാറില്ല. മറിച്ച് ഒരു നല്ല ചിരി, ഏതെങ്കിലും രീതിയിലുള്ളൊരു ക്രൈമിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയുടെ ഭാഗത്ത് നിന്ന് സാധാരണ നിലയിൽ ഉണ്ടാകാത്ത ഒരു ചിരി. കാരണം നമ്മൾ വ്യക്തിപരമായി രാഹുലിനോട് സംസാരിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുൻപ് രാഹുൽ പലതരം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നിലവിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ പ്രകാരം തെറ്റായ ഒരു കാര്യവും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വലിയ കോൺഫിഡൻസ് ആണ് രാഹുലിന് എപ്പോഴും ഉള്ളത്. ഇന്നലെ കോടതി മുറിയിലും അതുതന്നെയാണുള്ളത്. ഇന്ന് ഈ പുലർച്ചെ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കാം. വലിയ പോലീസ് സന്നാഹമാണ്. ഷീൽഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ രാഹുലിന് ഒരു സംരക്ഷണത്തിന് വേണ്ടി പോലീസ് ഒരുക്കുന്നുണ്ട്. കാരണം ഇന്നലെ കോടതിയിൽ വെച്ച് ചീമുട്ടയേറെ രാഹുലിന് നേരെ ഉണ്ടായിരുന്നുണ്ട്. രാഹുൽ ആയതുകൊണ്ട് മാത്രമേ ഏതെങ്കിലും രീതിയിലൊരു പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ആക്രമിക്കപ്പെടുക അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ഇത്തരത്തിൽ ചീമുട്ടയൊക്കെ അയാളുടെ ദേഹത്ത് വന്ന് വീഴുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജോലിക്ക് മോശം വരുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് രാഹുലിന് വലിയ രീതിയിലുള്ളൊരു സംരക്ഷണം പോലീസ് ഒരുക്കുന്നത്. നമ്മൾ ഇന്നലെ കോടതിയിൽ നിന്നിറക്കിയപ്പോൾ രാഹുലിൻ്റെ നേരെ ചീമുട്ടയൊക്കെ ഏറുണ്ടായി. നിലവിൽ അങ്ങനെ ഒരു പ്രതിഷേധം. രാഹുൽ എന്തെങ്കിലും പറയാനുണ്ടോ? രാഹുൽ അവിടെ നിന്ന് ഈ ക്ലബ് 7 എന്നുള്ള വലിയ മാളിൻ്റെ അകത്തെ ഉള്ള ഹോട്ടൽ മുറിയിലേക്ക് ആ ക്രൈം നടന്ന, ആ കുറ്റകൃത്യം നടന്ന, പീഡനം നടന്ന മുറിയിലേക്ക്, ഹോട്ടൽ മുറിയിലേക്ക് തെളിവെടുപ്പിനായി വലിയ പോലീസിൻ്റെ ബന്ദോബസ്തിൽ രാഹുലിനെ ആ ഒരു മാളിനകത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി അന്വേഷണ സംഘം ഇതാ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് കയറുകയാണ്. നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ചിരിച്ച മുഖവുമായി തന്നെയാണ് അന്വേഷണത്തിന്റെ ആദ്യ പരാതി രാഹുലിനെതിരെ ഉയർന്നു വന്ന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു രാഹുലിന്റെ മുഖഭാവം, അതുതന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഹൂ കെയേഴ്സ് എന്നുള്ള മുഖഭാവം, ഇതൊന്നും കൂസില്ല എന്നുള്ള മുഖഭാവം. തിരിച്ചുകൊണ്ടാണ് രാഹുൽ ക്ലബ് 7 ഹോട്ടലിനുള്ളിലേക്ക് അന്വേഷണ സംഘത്തിനൊപ്പം കയറി പോകുന്നത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. നിരവധി പോലീസുകാർ അവിടെയുണ്ട്. ഒരു പ്രതിഷേധ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്രയധികം പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. രാഹുലുമായി ക്ലബ് 7 ഹോട്ടലിലേക്ക് അന്വേഷണ സംഘം കയറിയിരിക്കുകയാണ്. നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. തെളിവെടുപ്പിനായാണ് ഇപ്പോൾ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത് ക്ലബ് 7 ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം നടന്നു എന്നുള്ളതാണ്. ആ തെളിവ് ശേഖരണത്തിനായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രഘു, ഇതാ രാഹുലുമായി അന്വേഷണ സംഘം ഹോട്ടലിനുള്ളിലേക്ക് കയറിയല്ലേ?
അതെ, രാഹുലുമായി അന്വേഷണ സംഘം ഹോട്ടലിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രധാനമായും രാഹുലിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ, എനിക്ക് തോന്നുന്നു അഭയലാൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് രാഹുൽ ഈ കുട്ടിയോട് ഈ ഹോട്ടലിലേക്ക് വരാനാണോ പറഞ്ഞത്, അതോ ആ കുട്ടി സ്വയം എത്തിയതാണോ? അതായത് പരാതിയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ബോധപൂർവം, അതായത് ഭാവിയിൽ ഒരു കേസ് ഉണ്ടായാൽ അത് തനിക്ക് അനുകൂലമാകാം, അതിനുവേണ്ടി വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആസൂത്രണം ഈ മുറി ബുക്ക് ചെയ്തതിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പരാതിക്കാരിയായിട്ടുള്ള ആളാണ് ഇവിടെ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യുകയും അതിൻ്റെ പണം അടയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ കേസാവുകയും പിന്നീട് അത് നിയമ നടപടിയിലേക്ക് പോയി കോടതി വിചാരണയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ മുറിയിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിക്കാരി പറഞ്ഞാൽ പോലും രാഹുലിന് അനുകൂലമായി മാറുന്ന ഘടകം എന്നുള്ളത് പരാതിക്കാരി എടുത്ത മുറിയാണ്. പരാതിക്കാരി തന്നെയാണ് അതിൻ്റെ വാടക അടയ്ക്കുകയും ചെയ്തത്. ചുരുക്കത്തിൽ പരാതിക്കാരിയുടെ ഈ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് അവർ പരാതിയിൽ പറയുന്നുവെങ്കിലും നിയമപരമായി അത് നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗത്തിന് കോടതിയിൽ വാദിക്കാൻ കഴിയുന്നതിനുള്ള തെളിവ് അദ്ദേഹം വളരെ മുൻകൂട്ടി തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ പരാതിക്കാരി, എനിക്ക് തോന്നുന്നു, ഇവിടെ വന്ന് ഹോട്ടലിലായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാഹുലാണ് പറയുന്നത് താനൊരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് ആളുകളൊക്കെ തിരിച്ചറിയും, അതുകൊണ്ട് ഒരു മുറി എടുക്കണമെന്നുള്ളതല്ലേ? അതെ, അത് സ്വാഭാവികമാണല്ലോ. കാരണം ഒരു 5 വർഷത്തിൽ ഏറെ കാലയളവായി സമൂഹ മാധ്യമങ്ങളിലൂടെ അതോടൊപ്പം തന്നെ ടെലിവിഷൻ ചർച്ചകളിലൂടെയൊക്കെ തന്നെ സാധാരണക്കാർക്ക് പോലും വളരെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിലെ അവിശ്വസിക്കേണ്ടതില്ല എന്ന് പെൺകുട്ടിക്ക് സ്വാഭാവികമായും തോന്നുകയും ചെയ്യും. കാരണം രാഹുൽ എവിടെ എത്തിയാലും രാഹുലിനെ കാണാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ അനുകൂലികളായിട്ടുള്ള ആളുകൾ തടിച്ചുകൂടുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നു. ഇന്നലെ കോടതി മുറിക്കുള്ളിൽ പോലും ഒരാൾ കടന്നു വന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളും അവരുടെ ഓഫീസ് സ്റ്റാഫും ഒക്കെ അതിനെ തടയുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം സ്വാഭാവികമാണ്, താൻ ഒരു സെലിബ്രിറ്റിയാണ്, അങ്ങനെ പൊതുജനമധ്യത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്നത് കണ്ടാൽ അതിന് മറ്റ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിനെ അവിശ്വസിക്കേണ്ട കാര്യം അന്നുമില്ല ഇന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മുറിയെടുത്ത് അകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തന്നെ കൊണ്ട് മുറി എടുപ്പിച്ച ശേഷം ലൈംഗിക അതിക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നിയമപരമായി തനിക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടിയുള്ള ആസൂത്രണം രാഹുൽ വളരെ മുൻപ് തന്നെ ചെയ്തു എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കും. മാത്രവുമല്ല, ഇതൊരു കേവലമായ ഒരു പരാതി മാത്രമല്ല, സമാന രീതിയിലുള്ള 3 പരാതികൾ കേസായി, 2 പരാതികൾ സമാനമായ രീതിയിൽ 2 പരാതികൾ കൂടി രാഹുലിനെതിരെ ഉണ്ട്. ഇതിപ്പോൾ 3ാം പരാതിയാണ്. 3ാമത്തെ പരാതിയിലാണ് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്.